ഒരു വിമാനത്തിൽ നിന്ന് മാലിന്യം പുറന്തള്ളുമ്പോൾ അത് വലിയ നീല മഞ്ഞുകട്ടയായി മാറുമെന്നും ഈ മഞ്ഞ് ഉരുകാതെ താഴേക്ക് പതിച്ച് നിലത്തുള്ള വീടുകളിലേക്ക് തകർന്നു വീഴുമെന്നും പറയപ്പെടുന്നു. ഈ മിഥ്യ പരിശോധിക്കാൻ അവർ ഒരു വിമാനത്തിന്റെ വേസ്റ്റ് ടാങ്കിന്റെ ഒരു മാതൃക നിർമ്മിച്ച് വിൻഡ് ടണൽ പരിശോധനയ്ക്കായി നാസയിലേക്ക് കൊണ്ടുവന്നു. ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകളെ ഈ സജ്ജീകരണം അനുകരിക്കുന്നു. മണിക്കൂറിൽ 290 മൈൽ വേഗതയിൽ വിൻഡ് ടണലിന്റെ താപനില -20°F കുറഞ്ഞു. വേസ്റ്റ് ടാങ്ക് സാധാരണയായി തുറന്നപ്പോൾ ദ്രാവക മാലിന്യം പുറന്തള്ളപ്പെട്ടു. പക്ഷേ അത് തണുത്തുറയുന്നതിനു മുമ്പ് അതിവേഗ കാറ്റ് അതിനെ ചിതറിച്ചു. അതിനാൽ ഈ സാഹചര്യത്തിൽ മാലിന്യത്തിന് കട്ടിയുള്ള നീല മഞ്ഞുകട്ടയായി മാറാൻ കഴിഞ്ഞില്ല. അടുത്തതായി അവർ മറ്റൊരു രീതി പരീക്ഷിച്ചു. മാലിന്യം സാവധാനം പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കുന്ന മറ്റൊരു രീതി അവർ പരീക്ഷിച്ചു. ഈ സമയം ദ്രാവകം അവരുടെ കൺമുന്നിൽ തന്നെ നീല മഞ്ഞുകട്ടയായി മാറാൻ തുടങ്ങി. അത് കൂടുതൽ നേരം പുറത്തേക്ക് വന്നപ്പോൾ മഞ്ഞുകട്ടയുടെ രൂപവത്കരണം വലുതായി വളർന്നു. പക്ഷേ അത് ടാങ്കിൽ ഉറച്ചുനിന്നു, താഴേക്ക് വീണില്ല. പരീക്ഷണം തുടരാൻ വിൻഡ് ടണൽ വിമാനത്തിന്റെ ഇറക്കം അനുകരിച്ചു. ഉയരം കുറഞ്ഞപ്പോൾ വിൻഡ് ടണലിനുള്ളിലെ താപനില ക്രമേണ ഉയർന്നു. സിമുലേറ്റഡ് ഉയരം 12,000 അടിയിലെത്തിയപ്പോൾ കട്ടിയുള്ള നീല മഞ്ഞുകട്ട ഒടുവിൽ വിമാനത്തിൽ നിന്ന് വേർപെട്ടു. എന്നാൽ അത് വീഴുമ്പോൾ ഉരുകുമോ കണ്ടെത്തുന്നതിനായി അവർ ഒരു ഐസ് ബ്ലോക്ക് ഉണ്ടാക്കി 12,000 അടിയിൽ നിന്ന് താഴെയിട്ടു. നിലത്ത് പതിച്ചപ്പോഴും അത് പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും കൂടുതൽ അന്വേഷണത്തിൽ വാണിജ്യ വിമാനങ്ങൾ പറക്കുന്നതിനിടയിൽ മാലിന്യം പുറന്തള്ളാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ലെന്ന് അവർ കണ്ടെത്തി. വേസ്റ്റ് ടാങ്കിന്റെ വാൽവിന് തകരാറുണ്ടെങ്കിൽ മാത്രം അത് വളരെ അപൂർവമാണ്. അതിനാൽ അവസാനം മിഥ്യ പൊളിച്ചെഴുതി.